പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ മുണ്ടക്കയം പഞ്ചായത്തിലാണ് പി.സി. ജോർജിന്റെ പര്യടനമുള്ളത്. കേരളത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിക്കുമെങ്കിൽ അത് താങ്കളായിരിക്കും. എത്രത്തോളം വിജയപ്രതീക്ഷ? വിജയിച്ചല്ലോ. അവസാന നിമിഷങ്ങളിലാണ്, അവസാന മണിക്കൂറുകളിലാണ്. എന്താണ് പുതിയ അവസാന നിമിഷം താങ്കൾക്കെതിരെ എതിരാളികൾ വളരെ മോശമായ പ്രചരണ തന്ത്രങ്ങൾ ഇറക്കുന്നു, അതിനെ പ്രതിരോധമൊന്നും ആവശ്യമില്ല. പൂഞ്ഞാറിലെ ജനങ്ങൾക്ക് എന്നെ നല്ലോണം അറിയാം. എന്തെല്ലാം വൃത്തികേട് ഇവർ പറഞ്ഞുകൊണ്ട് നടന്നാലും ഒരു ഫലവും ഇല്ല. എല്ലാം അറിയാം. ഞാനൊരു പരസ്യ ജീവിതക്കാരനാണ്. കഴിഞ്ഞ 82 മുതലുള്ള 80 മുതൽ അപ്പോൾ 36 കൊല്ലായി. അതിൽ 9 കൊല്ലം വെച്ച് ബാക്കി എല്ലാ സമയത്തും ഞങ്ങളോടൊപ്പമാണ്. ഞാൻ സ്വന്തം കാര്യം നോക്കാറില്ല, ജനങ്ങളുടെ കാര്യം നോക്കിയിട്ടുള്ളൂ. ഇതുപോലെ കോളനി കിടക്കുന്ന എല്ലാ കോളനിയും കാശ് കൊടുക്കും. ഇവിടെ കാശ് കൊണ്ടൊന്ന് അടിമേടിക്കും, മനസ്സിലാകും. രക്ഷയില്ല ഉമ്മാർക്ക്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ആരാ? ജോർജ് കുട്ടി അഗസ്റ്റയാണോ അതോ പി.സി. ജോസഫാണോ? രണ്ടിനും ഇത് എന്റെ ഇപ്പോഴത്തെ ജനമനുസരിച്ച് വോട്ട് ചെയ്താൽ എനിക്ക് വെച്ച് ഞാൻ ജയിക്കും. ബാക്കി എല്ലാത്തിനും കെട്ടിവെച്ച് പോകാനുള്ള സാധ്യത ഇപ്പം നിൽക്കുന്നത്. പിന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരാൾക്ക് വെട്ടിവെച്ച് കിട്ടും. ബാക്കിയുള്ള 14 സ്ഥാനാർത്ഥിയും കെട്ടിവെച്ച് പോകും. അവസാന ദിവസം ആയപ്പോഴേക്കും ഒരു ട്രെൻഡ് ഇറങ്ങുന്നു. കെ മാണിയും പി.സി. ജോർജും തമ്മിൽ ധാരണയിലായി. അത് അയക്ക് വട്ടായിട്ട് പറയുന്നത്. ഈയരം വൃത്തികൾ പറയാം. ഞാൻ ഒരിക്കലും കടുപ്പിച്ച ഇലക്ഷൻ കാലത്ത് വർത്തമാനം പറയാറില്ല. ഇത് മടുത്തുകൊണ്ട് പറയുകയാണ്. അയാൾക്ക് എന്ത് പറ്റി? വയസ്സ് 87 അയാൾ പണി നിർത്തി വീട്ടിൽ പോകട്ടെ. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് ആകെപ്പാടെ പരസ്യമായി ഞാൻ പിന്തുണ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മാണി സി കാപ്പനാണ്. കെ എം മാണി തോപ്പിക്കണം ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെയും മാണി അയാളോട്ട് ഞാൻ ബന്ധം അയാൾക്ക് തലയ്ക്ക് കുഴപ്പമുണ്ട്, അതുകൊണ്ട് പറഞ്ഞു നടക്കുന്നത് വരാതിരിക്കാൻ നിവർത്തിയില്ല. ഇതാണ് പി.സി. ജോർജിന്റെ ആത്മവിശ്വാസം. വിജയിച്ചിരിക്കുകയാണ്. 19-ാം തീയതി വോട്ടെണ്ണി റിസൾട്ട് പ്രഖ്യാപിച്ചാൽ മതി എന്നാണ് പി.സി. ജോർജ് പറയുന്നത്. അതുപോലെ തന്നെ പാലയിൽ കെ എം മാണിയുമായി പാലയിലോ പൂഞ്ഞാറിലോ യാതൊരു തരത്തിലുള്ള ധാരണയുമില്ല. തനിക്ക് കിട്ടാനുള്ള LDF വോട്ട് കിട്ടാതിരിക്കാനുള്ള മാണിയുടെ തന്ത്രമായാണ് ഇത്തരം പ്രചരണത്തെ പി.സി. ജോർജ് കാണുന്നത്. വലിയ ആത്മവിശ്വാസത്തിൽ അവസാന ദിവസം വലിയ ആവേശത്തോടുള്ള ഒരു പ്രചരണ രംഗത്താണ് പി.സി. ജോർജ് ഉള്ളത്.